നമ്മളെ കയ്യിലൊരു അതിഥി എത്തിയിട്ടുണ്ട്. യെസ്. ഇങ്ങനെ എടുക്ക്, കുത്തനെടുക്ക്. അയ്യോ പതിയിലേക്ക് കുറച്ച് വെള്ളം എത്തിച്ചെടുത്ത് നോക്കിയോയില്. അയ്യോ കായനല്ലേ അനങ്ങീനു. മെല്ലെ മെല്ലെ അങ്ങനെ 2 എണ്ണമായിരുന്നിട്ടാ കിട്ടിയത്. ഒന്നിന് നമ്മൾ ഇതാക്കുന്നത് ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു ജീവനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ അറിയില്ല, കുറേ സമയം ആയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. പിന്നെ അതുമല്ല, പിന്നെ ഒന്നിന് നമ്മൾ ഒഴിവാക്കിയിട്ട് പിന്നെ അതിൻ്റെ ഇതിൻ്റെ അണ്ണാൻകുഞ്ഞ് അതിൻ്റെ അണ്ണാൻ ഇതിലെ ഒക്കെ നടക്കുന്നുണ്ട്. പാവം തോന്നാം. ഞങ്ങൾ കുറച്ച് നേരം ഇലയിൽ വെച്ച് നോക്കി. പിന്നെ അത് ജീവൻ തീരെ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ അതിനടുത്ത് ചെറിയൊരു കുഴി ഒഴിച്ച് അതിലേക്ക് ഇട്ടിട്ടോ. പിന്നെ കാക്കയൊന്ന് കുത്തിക്കൊണ്ടല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പാലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാനിതാ തിളപ്പിച്ചാറിയ വെള്ളമായിട്ട് 2 തുള്ളി നമ്മുടെ അണ്ണാൻകുഞ്ഞിന് കൊടുക്കുന്നത്. അപ്പോൾ മനുഷ്യനായിട്ട് നമുക്ക് കൊടുക്കാം. വേണ്ട, അല്ലോ കരയുന്നു. അതിനുണ്ടാവില്ലേ സ്വന്തം അമ്മനെ കാണുന്നേ. അതെ, എൻ്റെ അമ്മനെ കൊത്തിയല്ലേ അമ്മനെ കൊത്തിയില്ലേ കഴിപ്പില്ല. അമ്മ അതിൻ്റെ അഞ്ഞൂടല്ലോ, ഇപ്പം നമ്മളാ വിചാരിച്ചോളത്. അങ്ങനെ നമ്മുടെ അണ്ണാൻ കുഞ്ഞ് ക്യാമറ തുടങ്ങി. ഒരു അണ്ണാൻ കുഞ്ഞുള്ളത് ചത്തുപോയി ഗൈസ്. അതല്ല, ഈ കണ്ണാകുഞ്ഞിനല്ലേ ചൂടുവെള്ളം കുടിക്കുമ്പോഴല്ലേ ചൂടുവെള്ളം പൊള്ളുന്നുണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ക്രിസ്റ്റർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നേരത്തെ എണീക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്നലെ സമയം 12 മണിയായിട്ട് കിടക്കും. നമ്മുടെ മനുഷ്യൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളും പിന്നെ കേക്ക് കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോൾ സമയം ഒരുപാടായി കിടക്കുമ്പം പിന്നെ കുറച്ച് രാവിലെ നേരത്തെ എണീക്കാന്ന് വിചാരിച്ചാൽ പിന്നെ അങ്ങ് ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ ഇവിടെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഷീറ്റിൻ്റെ ആ ഒരു വെളിച്ചം എന്തായാലും എൻ്റെ ഫേസിലേക്ക് ഉണ്ടാവും. അപ്പോൾ എന്തായാലും വേണ്ടി ഇന്ന് ഇവിടെ തന്നെ ഇരുന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത് എന്താണെന്നല്ലേ, നമ്മളെ കയ്യിലൊരു അതിഥി എത്തിയിട്ടുണ്ട്. യെസ് അല്ലേ, അതിഥി എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ എക്സ്പ്രഷനൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ അതിഥീനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കോഴികളുടെ വീഡിയോസ് ഒന്നുമല്ല, ഇന്ന് നമ്മുടെ സന്തോഷം കൊണ്ട് നിങ്ങളെ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് കാത്തു നിൽക്കുന്ന ഒരു ആഗ്രഹമാണ്. എന്താ പറയുക, ഇങ്ങനെ പറഞ്ഞുതരാം. വർഷങ്ങളായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ഏതാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങളെ സന്തോഷം നിങ്ങളെയും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. ഇവരെല്ലാവരും എൻ്റെ മുമ്പ് തന്നെ ഉണ്ട് കേട്ടോ. നീ പറയുന്ന അല്ലവോ ചിക്കുട്ടി അവിടെ നിന്ന് എനിക്ക് ചിക്കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കേട്ടോ. അത് പറയാൻ കാരണം ഞാൻ എൻ്റെ അതിഥീനെ കാണിച്ചത്, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. ചിക്കുട്ടി എടുത്തോ. അപ്പം ഇതാട്ടോ ആശാന്. ഇത് ഇന്ന് ഞാൻ കുറച്ച് നേരം വൈകിയല്ലേ എണീച്ച്. അപ്പം തേങ്ങ വലിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തേങ്ങ വലിക്കാൻ വന്നപ്പം തേങ്ങ വലിച്ച ആൾ പോയി കഴിഞ്ഞാൽ അണ്ണാനെ കണ്ടപ്പോൾ അങ്ങനെ പോയതാട്ടോ. അപ്പോൾ ഒരു ഒച്ചപ്പാടും കൂടി കേട്ടപ്പം ഞങ്ങൾ എന്താ പറയുക അണ്ണാൻകുഞ്ഞിൻ്റെ കൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ ഞങ്ങൾ കുറേ തിരഞ്ഞ് കണ്ടില്ല. പിന്നെയാണ് തേങ്ങേൻ്റെ ഇടയിൽ തേങ്ങ കൂട്ടി അവർ കണ്ടിട്ടുണ്ടാവില്ല, ചെറുതല്ലേ.
അപ്പോൾ തേങ്ങ കൂട്ടിയിട്ടപ്പോൾ അതിലൊന്ന് ചത്തുപോയി, ഒന്ന് ഇതാക്കുന്ന കേട്ടോ. ഇത് കണ്ണ് തുറന്നിട്ടൊന്നുമില്ല, ജീവിക്കുമോ എന്തോ ഒന്നും അറിയില്ല. അപ്പോൾ ഇപ്പോൾ ഇതാക്കുന്ന നല്ല ചൂടുള്ള ആ ഒരു ടർക്കിയിൽ പൊതിഞ്ഞ് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാൻ ചിക്കൂട്ടിനോട് പറഞ്ഞത് കണ്ണ് തുറന്നില്ലല്ലോ, ചിലപ്പോൾ ചത്തു പോകാൻ ചാൻസ് ഉണ്ട്, നമ്മൾ കൊടുക്കാന്ന്. പക്ഷെ അവൾ തീരെ സമ്മതിക്കില്ല. എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് നമുക്കൊരു അണ്ണാൻകുട്ടീനെ കിട്ടിയിട്ട് അന്ന് കണ്ണൊക്കെ തുറന്നിട്ടുണ്ട്, അന്ന് കുഞ്ഞായിരുന്നു, രോമൊക്കെ വന്നിട്ടേ ഉള്ളൂ. അപ്പം അന്ന് ഞങ്ങൾ കിട്ടിയ സമയത്ത് ഞങ്ങളപ്പോൾ എന്താ ആ ഒരു ടൈമിൽ ആ അണ്ണാൻകുട്ടി നല്ലൊരു ഇണക്കായിരുന്നു കേട്ടോ, ചെറുപ്പത്തിൽ കിട്ടിയാൽ. എന്നിട്ട് ഇവർക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ കഥകൾ പറയണ ഇഷ്ടം പോലെ പറയാണ്ട്. അങ്ങനെ എന്താ പറയുക, ഇപ്പം കേട് വന്ന പാല് കൊടുത്തുപോയി അറിയാതെ, ഞാനെന്തോ പണിയിലായിരുന്നു, അങ്ങനെ ചത്തുപോയതാട്ടോ. അന്ന് ഭയങ്കര വിഷമവും കരച്ചിലും ബീച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ട്, ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അന്ന് വീഡിയോസ് ഇല്ല, കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് ഞങ്ങൾ എടുത്ത്. എനിക്കൊന്നൊരു 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ പറയാം അണ്ണാൻകുട്ടീനെ കിട്ടുന്നത്. ഞാൻ തേങ്ങ വലിക്കാൻ വരുന്ന ആൾക്കാരോടൊക്കെ പറയാം അണ്ണാൻകുട്ടീനുണ്ടെങ്കിൽ തരണേ. അപ്പോൾ അയാൾക്ക് ഓർമ്മ ഉണ്ടാവില്ല അതിങ്ങനെ വീഴുന്നത്. അപ്പോൾ എന്തായാലും ജീവിക്കുകയോ ഇല്ലേ ഒന്നും അറിയില്ല, നമ്മളെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ശുശ്രൂഷിക്കലായിരിക്കും ഇവിടുത്തെ പരിപാടി, മെയിൻ വെക്കേഷൻ പരിപാടി. കോഴിക്കുഞ്ഞൊക്കെ അതിൻ്റെ വഴിക്ക് ഈ ചിക്കൂട്ടിൻ്റെ കയ്യിലായിരിക്കും, ചിക്കൂട്ടിയുടെ കരങ്ങളിലായിരിക്കും, സുരക്ഷിതമായിരിക്കും. അപ്പോൾ ഈ ഒരു വിശേഷം നിങ്ങളെയും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നേരെ അടുത്ത വീഡിയോ കാണാം. പാലിന് മണം കിട്ടാൻ കണ്ടോ, നല്ല കേറി ഞങ്ങളിപ്പോൾ അമ്മൻ്റെ അടുത്ത് കൊണ്ടാക്കട്ടാ. എണ്ടി പോയത് ഞാൻ കൊടുക്കൂല. പാലിന്റെ മണം ഉണ്ടെങ്കിൽ വെള്ളം തായ എന്തെങ്കിലും കുടിക്കട്ടെ. വെള്ളമൊന്നും കൊടുക്കാണ്ടില്ല, അത് പാലുടിക്കുന്ന മക്കളാ. ഞങ്ങൾ ലാസ്റ്റായിട്ടൊരു തീരുമാനം എടുത്തു, അണ്ണാൻകുട്ടീനെ കൊടുക്കാമെന്ന്. അതിനെ തള്ളക്ക് ജനിച്ച് 2 ദിവസമായിട്ടല്ലേ ഉള്ളൂ. തള്ള എവിടെയോ വന്ന് നിന്നല്ലോ. എവിടെ അമ്മയുടെ വന്നിക്കുന്ന നീ വീഡിയോ എടുക്കായിരുന്നു. അമ്മ കൊടുക്കണ്ടോ. വേണ്ട